ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ലൈവ് വോട്ടിംഗ് റിസൾട്ടിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇഞ്ചോടിഞ്ചും വോട്ടിംഗ് പോരാട്ടമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിലും. വോട്ടിംഗ് തുടങ്ങിയപ്പോഴും അവരുടെ ബിഗ് ബോസ് കണ്ടൻറ്റുകൾ കണ്ടാണ് ഈ വോട്ടുകൾ ഇത്രയും എരച്ചു കയറുന്നത്. ലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി അവരെ ഈ ആഴ്ച സേഫ് ആക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അതേ കൂടെ തന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് പേർ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ വീഡിയോയും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെയും കൂടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാം സ്ഥാനത്ത് നമ്മുടെ അനുമോൾ തിരിച്ചു പിടിക്കുകയാണ്. വോട്ടിങ്ങിൽ അനുമോളുടെ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ മണിക്കൂറുകൾ കാണാൻ സാധിക്കുന്നത് 74,395 എന്നുള്ള വോട്ട് നേടി അനുമോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. തൊട്ടുപുറകെ രണ്ടാം സ്ഥാനത്ത് കോമണറായി കയറിയ നമ്മുടെ സ്വന്തം അനീഷേട്ടനാണ്. അനീഷേട്ടൻ രണ്ടാം സ്ഥാനം വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ വോട്ട് അത്രയും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ മണിക്കൂറുകളിൽ തന്നെ. അനീഷിൻ്റെ വോട്ടുകളെന്ന് പറഞ്ഞാൽ 68,568 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അനീഷ് രണ്ടാം പൊസിഷനിൽ തന്നെ തുടരുന്നു. തൊട്ടുപുറകെ മൂന്നാം സ്ഥാനം ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോറ നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നുണ്ട്. നോറയുടെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 45,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നോറ മൂന്നാം സ്ഥാനത്ത് തുടരുന്നു. നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകൾ നോറയ്ക്ക് കണ്ടുവരുന്നുണ്ട്. തൊട്ടുപുറകെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോയിരിക്കുന്ന ഷാനവാസിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ മണിക്കൂറുകൾ 60,381 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാനവാസ് നാലാം സ്ഥാനത്ത് തുടരുന്നു. ഷാനവാസിന് ഈ മണിക്കൂറുകളിൽ ഇത്തിരി വോട്ടിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. നേരിയ വോട്ടിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് ആദിലയാണ് തുടരുന്നത്. ആദില നല്ല രീതിയിലുള്ള കയറ്റമാണ് വോട്ടിൻ്റെ കാര്യത്തിൽ കാണുന്നത്. 58,437 കൂട്ടൻ വോട്ട് നേടി ആയിരത്തിൽ അഞ്ചാം സ്ഥാനത്ത് തുടരുന്നു. ആദിലേക്ക് ഈ മണിക്കൂറുകളിൽ റോക്കറ്റ് വേഗത്തിലാണ് വോട്ടുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടുപുറകെ ആറാം സ്ഥാനത്ത് ഗ്രിസൈലിൻ്റെ ഒരു തുടക്കത്തിലും ആറാം സ്ഥാനത്തായിരുന്നു, ഇപ്പോഴും ആറാം സ്ഥാനത്താണ്. വോട്ടിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഗ്രിസൈലും കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ മണിക്കൂറിൽ 58,844 വോട്ട് നേടി ഗ്രിസൈൽ ആറാം സ്ഥാനത്ത് തുടരുന്നു. തൊട്ടുപുറകെ ഏഴാം സ്ഥാനത്ത് പ്ലസ് ഒരു കണ്ടൻറ്റും കൊടുക്കാത്ത നമ്മളൊരു വേണുസുതിയാണ്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കണ്ടൻറ്റ് വരുന്നുണ്ടെങ്കിലും വേണുസുതി വലുതായിട്ടൊന്നും സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടുന്നില്ല. 49,582 എന്നുള്ള വോട്ട് നേടി 49,052 വോട്ട് നേടി വേണുസുതി ഏഴാം സ്ഥാനത്തിന് തുടരുന്നു. എട്ടാം സ്ഥാനത്ത് ആര്യൻ്റെ ഒരു വോട്ടിൻ്റെ കാര്യത്തിൽ കുതിച്ചുകയറ്റം കാണുന്നുണ്ട്. 43,286 വോട്ട് നേടി ആര്യൻ എട്ടാം സ്ഥാനത്തിന് തുടരുന്നു. ഒൻപതാം സ്ഥാനത്ത് അക്ബറാണ് തുടരുന്നത്. 37,050 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അക്ബർ ഒൻപതാം സ്ഥാനത്ത് തുടരുന്നു. അക്ബറിൻ്റെ വോട്ടിൻ്റെ കാര്യം ഈ മണിക്കൂറുകളിൽ ഇത്തിരി കുറവാണ്. ഇപ്പോൾ വോട്ടുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് അക്ബറിൻ്റെ കാര്യത്തിൽ. തൊട്ടുപുറകെ പത്താം സ്ഥാനത്ത് ചീവീട് റെനയാണ് കാണാൻ സാധിക്കുന്നത്. ചീവീടിൻ്റെ ശബ്ദമെടുത്ത് മാക്സിമം സ്ക്രീൻ സ്പേസും ഒപ്പിച്ചു ഇന്നലെ തന്നെ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് കാഴ്ചവെച്ച് റെനയ്ക്ക് ഇത്തിരി വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. റെനയുടെ വോട്ടുകളെന്ന് പറഞ്ഞാൽ കൂടിയും കുറഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രാഫാണ്. 34,152 വോട്ട് നേടിയാണ് റെന പത്താം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടുപുറകെ 11ാം സ്ഥാനത്ത് 31,895 വോട്ട് നേടി 11ാം സ്ഥാനത്ത് അഭിലാഷ് തുടരുന്നു. അഭിലാഷിൻ്റെ വോട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തിരി കുറവാണ്. എന്നാലും വോട്ട് കയറാനുള്ള ചാൻസും അഭിലാഷ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് കാഴ്ചവെച്ചാൽ കയറാവുന്നതേ ഉള്ളൂ. തൊട്ടുപുറകെ 12ാം സ്ഥാനത്ത് ഉണിയൽ സാബാണ് തുടരുന്നത്. 29,438 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 12ാം സ്ഥാനത്താണ് ഉണിയൽ സാബിൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ ഈ മണിക്കൂറുകളിൽ ഇത്തിരി വോട്ട് ഉണിയൽ സാബുവിന് ലഭിച്ചിട്ടുണ്ട്. ഉണിയൽ സാബ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ ഉണിയൽ സാബിന് ഇനിയും വോട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചെറിയ രീതിയിൽ ഡേഞ്ചർ പൊസിഷനിലാണ്. തൊട്ടുപുറകെ 13ാം സ്ഥാനത്ത് ബിന്നിയാണ് തുടരുന്നത്. 27,156 എന്നുള്ള വോട്ട് നേടി ബിന്നി 13ാം സ്ഥാനത്ത് തുടരുന്നു. ബിന്നിക്ക് ഫാമിലി ഓഡിയൻസ് കൈവിടുന്നതായിട്ടാണ് കാണുന്നത്. ബിന്നിയുടെ കുത്തിത്തിരിപ്പ്, ബിന്നിയുടെ ഗെയിമിംഗ് സ്ട്രാറ്റജി എല്ലാം നല്ല രീതിയിൽ ഹെയ്റ്റും അതേ കണക്ക് തന്നെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. എന്തായാലും 13ാം സ്ഥാനത്താണ് ബിന്നി. 14ാം സ്ഥാനത്ത്
തൊട്ടുപുറകെ 14-ാം സ്ഥാനത്ത് അപ്പാനി ശരത്താണ്. 26,733 വോട്ട് നേടി അപ്പാനി ശരത്ത് 14-ാം സ്ഥാനത്ത് തുടരുന്നു. അപ്പാനിയുടെ ടീം സ്ട്രാറ്റജി പിന്നെ അവൻ്റേതായിട്ടുള്ള ഗെയിമിംഗ് സ്ട്രാറ്റജിയും കാരണം നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് അപ്പാനിക്ക് കൊണ്ടുവരാൻ ഈ മണിക്കൂറുകളിൽ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പാനി നല്ല രീതിയിലുള്ള ഗെയിമിംഗ് കാഴ്ചവെച്ച് ചെയ്ത് വോട്ട് ഇനിയും കൂടട്ടെ എന്ന് ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനിലാണ് അപ്പാനി 15-ാം സ്ഥാനത്ത്. ഈ ആഴ്ചയിൽ ഒന്നിൽ അല്ലെങ്കിൽ 3 പേര് അല്ലെങ്കിൽ 4 പേര് ഔട്ടാവാനാണ് ചാൻസ് ഉള്ളതെന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്നാലും 15-ാം സ്ഥാനത്ത് വെരി ഡേഞ്ചർ പൊസിഷനിൽ നിൽക്കുന്നത് ശൈത്യയാണ്. ശൈത്യയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടുവാണ് ഈ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നത്. 24,108 വോട്ട് നേടിയാണ് ശൈത്യ 15-ാം സ്ഥാനത്തോടുണ്ട്. ശൈത്യയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവന്നില്ലെങ്കിൽ ഈ ആഴ്ച ഔട്ടാവാനുള്ള ചാൻസുമുണ്ട്. ഈ ആഴ്ച 4 പേര് അല്ലെങ്കിൽ 3 പേര് പോകാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇനി ബിഗ് ബോസ് റിലേറ്റഡ് വോട്ടിംഗ് റിസൾട്ടും കാര്യങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻറ്റിന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് കൂടെ ചെയ്തേക്കുക. താങ്ക് യു.